ചിലരെങ്കിലും നുണ പറയുന്ന ശീലമുള്ളവരാകാം. അതൊരു പക്ഷേ ഒരു രസത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ പറ്റിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിക്ക് വേണ്ടിയോ ഉത്കണ്ഠ ഒഴിവാക്കാനോ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുന്നതിനോ ആയിരിക്കാം. നുണ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പല കാരണങ്ങളെയും വേർതിരിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കൂട്ടർ നുണ പറയുന്നത് അതൊരു ശീലമായി മാറിയതുകൊണ്ടാണ്. ഒരു രസത്തിന് വേണ്ടിയോ ഒരു ഫണ്ണായി തുടങ്ങുന്ന ഒരു സ്വഭാവമാണ് പിന്നീട് ശീലമായി മാറുന്നത്. ചുമ്മാ രസത്തിന് വേണ്ടി നുണ പറയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം ടു സ്റ്റോപ്പ് ഇറ്റ്. ഇത് മറ്റുള്ളവർ നമ്മളെ നെഗറ്റീവായി കാണുവാൻ, നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവായി ഇംപ്രഷൻ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. സാവധാനം ആരും നമ്മെ വിശ്വസിക്കാതാവുന്നു, നമ്മെ ട്രസ്റ്റ് ചെയ്യാതാകുന്നു. നമ്മൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ പോലും ആരും നമ്മെ സീരിയസ് ആയി എടുക്കാതെയാകും. രണ്ടാമത്തെ കൂട്ടർ ഉത്കണ്ഠ കൊണ്ടായിരിക്കും നുണ പറയുന്നത്. എതിർപ്പോ വഴക്കോ ഒഴിവാക്കാനും സത്യം പറഞ്ഞാൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയമോ ആണ് അവരെ സത്യം പറയുന്നതിൽ നിന്നും തടയുന്നത്. താൽക്കാലികമായ ഒരു ആശ്വാസം ഇങ്ങനെ കിട്ടുമെങ്കിലും സത്യം മറച്ചു വെക്കുന്നതിൻ്റെ സ്ട്രെസ് ഇവരെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്നു. കൂടാതെ പിന്നീട് എപ്പോഴെങ്കിലും സത്യം പുറത്തു വരുമ്പോൾ അത് തീർച്ചയായും ഫേസ് ചെയ്യേണ്ടതായും വരുന്നു. മൂന്നാമത്തെ കൂട്ടർ മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ് കിട്ടാനായി, അപ്രൂവൽ കിട്ടാനായി നുണ പറയുന്നവരാണ്. അതുകൊണ്ട് അവർ തങ്ങളുടെ ട്രൂ സെൽഫിനെ മറച്ചുവെച്ച് മറ്റൊരു വ്യക്തിയാകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സെൽഫ് എസ്റ്റീം കുറവായിരിക്കും. അവർ എങ്ങനെയാണോ എന്താണോ എന്നതിനെ അവർ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല, സ്വയം സ്നേഹിക്കുന്നില്ല. അപ്പോൾ നുണ പറയാതിരിക്കാൻ എന്താണ് വഴി? ആദ്യമായി എനിക്കങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് സ്വയം അംഗീകരിക്കുക. അതിനുശേഷം ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ബിഹേവിയർ. ഞാനിനി നുണ പറയുകയില്ല എന്ന ശക്തമായ തീരുമാനമെടുക്കുക. നമ്മൾ സ്ട്രോങ് ആയ തീരുമാനമെടുക്കാതെ മാറ്റം കൊണ്ടുവരിക സാധ്യമല്ല. നുണ പറയുന്നത് മൂലം മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഉണ്ടാകുക. അവർ എന്നെ പിന്നീട് വിശ്വസിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഒരിക്കൽ സത്യം പുറത്തു വരും. അപ്പോൾ ഞാൻ അതിനെ എന്തായാലും ഫേസ് ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് പറയേണ്ട സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ സമാധാനത്തോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കും. അതെന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിനെ ബാധിക്കുകയില്ല. മറ്റൊന്നാണ് നുണ പറഞ്ഞു കിട്ടുന്ന ആക്സെപ്റ്റൻസ് നിലനിൽക്കുകയില്ല എന്നത്. ഒരിക്കൽ അവർ സത്യം തിരിച്ചറിയും, അവരെന്നെ വെറുക്കും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഞാനായിരിക്കുന്നത്. ഇതെന്റെ വെൽബീയിങ്ങിന് കാരണമാകും. എന്റെ സെൽഫ് കോൺഫിഡൻസ് ഇതുമൂലം വർദ്ധിക്കുവാനും കാരണമാകും. ഞാൻ ആരാണോ അതുപോലെ എന്നെ അംഗീകരിക്കുന്നവരാണ് എന്റെ യഥാർത്ഥ കൂട്ടുകാർ, എന്നെ സത്യത്തിൽ സ്നേഹിക്കുന്നവർ എന്ന് മനസ്സിലാക്കാം. നുണയെക്കുറിച്ചുള്ള എന്റെ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. തീർച്ചയായും നുണ പറയുന്ന ശീലം മാറ്റിയെടുക്കുവാൻ സമയമെടുത്തേക്കാം. സോ ബി പേഷ്യന്റ് വിത്ത് യുവർസെൽഫ്. തെറ്റുപറ്റിയാലും സ്വയം ക്ഷമിക്കുക. സാവധാനം തിരുത്താൻ ശ്രമിക്കുക. സത്യസന്ധരാകണമെന്ന് കരുതി ഏതൊരു കാര്യവും തുറന്നടിച്ച് മുഖത്ത് നോക്കി പറയണമെന്നുമില്ല. തീർച്ചയായും ചില സാഹചര്യങ്ങളിൽ പലരും നുണ പറയുന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാനാണ്, അവർക്ക് വിഷമമാകില്ലേ എന്ന് കരുതിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പോസിറ്റീവായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അല്ലെങ്കിൽ ഹർട്ടാകാത്ത പോലെ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ പരിശ്രമിക്കാം. ബൈബിളിൽ പറയുന്നു, സന്തുഷ്ട ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദീർഘായുസ്സും സന്തോഷവും നിങ്ങൾ കാംക്ഷിക്കുന്നുവോ? എങ്കിൽ തിന്മ നിങ്ങളുടെ നാവിന്മേൽ ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങളുടെ അധരം വ്യാജം പറയാതിരിക്കട്ടെ.